ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കർ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? ഇത് ഒരു ബാച്ചിലേഴ്സിനും പിന്നെ അതുപോലെ ബിരിയാണി ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാനുള്ള മടി കാരണം മടിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ ഒരു സ്പൂൺ തൈരും കൂടി ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഉള്ളിയും പിന്നെ സവാള, അതുപോലെ തന്നെ മസാലക്കും കൂടി വേണ്ടിയിട്ട് സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തക്കാളി, പുതിനയില, മല്ലിയില, ഇത്രയും സാധനങ്ങളൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കുക്കർ തന്നെയാണ് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ എണ്ണയിൽ തന്നെയാണ് മസാലയും റെഡിയാക്കുന്നത്. ഒരുപാട് പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പാത്രം കഴുകാൻ മടിയാണ്. ഈ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പാത്രം കഴുകുന്ന ജോലിയാട്ടോ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയതേ ഇല്ല കേട്ടോ. അപ്പോൾ ബാച്ചിലറായിട്ടുള്ള ആൾക്കാർക്കും മടിയായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനത് സവാള ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് കൂടുതൽ കരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇല്ല കേട്ടോ, കറക്റ്റായിരുന്നു. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും പിന്നെ അതുപോലെ തന്നെ 2 സ്പൂൺ നെയ്യുമാണ് ചേർത്തിട്ടുണ്ടായത്. ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. പിന്നെ ബാക്കിയുള്ള സവാള ഞാനിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഡെക്കറേഷന് വേണ്ടിയിട്ടും പിന്നെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ ഇതാ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം അല്ലെങ്കിൽ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പേസ്റ്റ് ഇല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കനിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള പേസ്റ്റ് അല്ല, ചതച്ച് ക്രഷ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം ഇതിൽ തന്നെ ഒരുപാട് ഗ്രേവി ഉണ്ടാവും. തക്കാളിയിൽ ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനിൽ നമ്മൾ നന്നായിട്ട് നീര് ഇറങ്ങി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അടിക്ക് പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിനയിലയും മല്ലിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പോരാത്തിന് നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്താൽ നമ്മൾ ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ വേണ്ടൂ. ചിക്കൻ ഒരു 70% വെന്ത് കിട്ടണം എന്ന് പറയുന്നത് നമ്മൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മസാലയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അടച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെക്കണം, ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണം. അതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും. ചിക്കനകത്ത് നല്ല മസാലയിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതലങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ ഒരു 70% വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നേരത്തെ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയാണ്. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാല റൈസ് എടുക്കുന്നതിന് കുഴപ്പമില്ല, ഞാനിപ്പം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കാതെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി കേട്ടോ. ഇളക്കി അങ്ങ് മസാലയും അരിയും കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഒരു ഇറച്ചി ചോറ് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പാടില്ല. അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം തന്നെ, തിളച്ച വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു മസാല ഗ്രേവിയിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അത്രയും തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് മുന്നായിട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും കൂടി ഇടുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ പച്ചക്കറികൾ നല്ലതാണല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നല്ലതാണ്.
അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണം. അതിന് ശേഷം ഞാൻ വിസിൽ ഇട്ടതിന് ശേഷം ഞാനൊന്ന് ഒറ്റൊരു വിസിൽ വരുന്ന വരെ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കുക. അതാ വിസിൽ വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാനതിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്നതൊന്ന് സെറ്റാക്കണം, വെന്തോന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കർ ബിരിയാണി. ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത ബാക്കി വന്ന ഓണിയനും അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടി ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസിലൂടെ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അരി വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കങ്ങനെ വെന്ത് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി ആ വെള്ളത്തിലേക്ക് കേട്ടോ. ഇത്രയേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരുപാടങ്ങ് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി അല്ലല്ലോ, പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസും നല്ല സോഫ്റ്റാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.